ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഒരു 3-4 വർഷത്തിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള സൈക്കോണർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലിയും അല്ലാതെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ബാലൻസ് പോർഷൻസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ. ഐ എം റിയലി സോറി, എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പേഴ്സണലി കുറച്ച് ബിസി ആയിരുന്നു. എനിവേയ്സ്, ഇനി തൊട്ട് നമ്മുടെ 6th സെമസ്റ്ററിലെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സൈക്കോളജി 6th സെമസ്റ്ററിലെ അബ്നോർമൽ സൈക്കോളജി സെക്കൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഈ മൊഡ്യൂളിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അബ്നോർമൽ സൈക്കോളജി സെക്കൻഡ്, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്പ് അവെയർനെസ് അബൌട്ട് മേജർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, അതുപോലെ എക്വൈൻ സ്റ്റുഡൻസ് വിത്ത് ദ കോസസ് ഓഫ് മേജർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് അബ്നോർമൽ സൈക്കോളജി എന്നൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല കഴിഞ്ഞ സെമസ്റ്ററിലൊന്നും. അപ്പം അതായിരിക്കും ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാമല്ലേ, സൈക്കോളജി എന്ന് പറഞ്ഞൊരു മേഖല തന്നെ മെയിൻലി അറിയപ്പെടുന്നത്, പൊതുവേ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ പേരിലാണ്. ലൈക്ക് സ്കിസോഫ്രീനിയ, അതുപോലെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കോസസിനെ കുറിച്ചിട്ടും സ്റ്റുഡൻസിൽ ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു മൊഡ്യൂളിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. അതിൽ തന്നെ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡർ, അതുപോലെ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഇൻ ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിന് അണ്ടറിൽ വരുന്ന കുറച്ച് ബേസിക് ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ്? ഹാംഫുൾ യൂസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ലൈക്ക് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. നമുക്ക് സബ്സ്റ്റൻസ് യൂസ് അറിയാം അല്ലേ. അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ, ആൽക്കഹോൾ, ഡ്രഗ്സ് പോലെയുള്ള സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ ഹാംഫുൾ യൂസിനെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്. എന്താണ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്? സിവിയർ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഇൻവോൾവിങ് ടോളറൻസ് ആൻഡ് വിത്ഡ്രോവൽ സിംറ്റംസ്. വിത്ഡ്രോവൽ സിംറ്റംസും ടോളറൻസും ഒക്കെ കാണിക്കുന്ന സിവിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിനെയാണ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോളറൻസും വിത്ഡ്രോവൽ സിംറ്റംസും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം, എന്നിട്ട് പിന്നീടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെയുള്ള ടോളറൻസും വിത്ഡ്രോവലും നോക്കാം. അതിൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ ഇൻക്രീസ്ഡ് സബ്സ്റ്റൻസ് അമൗണ്ട്സ് ഫോർ ഡിസൈർഡ് എഫക്റ്റ്. അതായത് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് അവരുദ്ദേശിച്ച ഡിസൈർഡ് എഫക്റ്റ് കിട്ടാനായിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് കൂടുതൽ എമൗണ്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു സബ്സ്റ്റൻസ് മേ ബി അവർ ഫസ്റ്റ് യൂസ് ചെയ്തപ്പം കുറച്ച് എമൗണ്ട് മാത്രം എടുത്തപ്പോൾ തന്നെ അവർക്ക് എഫക്റ്റ് കിട്ടി കാണും. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവർ യൂസ്ഡ് ആയി കഴിയാൻ നേരത്ത് ആ ഒരു കുറച്ച് എമൗണ്ട് പിന്നീട് അങ്ങോട്ട് എഫക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ എമൗണ്ട് കൂട്ടി കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? ടോളറൻസ് എന്ന് പറയുന്നത്. നീഡ് ഫോർ ഇൻക്രീസ്ഡ് സബ്സ്റ്റൻസ് എമൗണ്ട് ഫോർ ഡിസൈർഡ് എഫക്റ്റ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് വിത്ഡ്രോവൽ സിംറ്റംസ് ആണ്. വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക് സ്വെറ്റിംഗ്, ട്രെമേഴ്സ് ആൻഡ് ടെൻഷൻ ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ഡ്രഗ് യൂസ്. ഇത് നമുക്ക് കോമൺലി കണ്ടുവരുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം കള്ള് കുടിക്കുന്ന ഒരാൾക്ക് അവർക്ക് പെട്ടെന്ന് കള്ള് കുടി ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ മേ ബി അവർക്ക് കൈ വിറയൽ വരിക എന്നൊക്കെ പറയുമല്ലോ. അപ്പം അത് തന്നെയാണ് സിംപ്ലി വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത്
അവരുടെ ശരീരത്തിൽ ചില ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്, ലൈക്ക് സ്വെറ്റിങ്, ട്രെമേഴ്സ് ആൻഡ് ടെൻഷൻ പോലെയുള്ള. അപ്പം ഈ ഫിസിക്കൽ സിംറ്റംസിനെയാണ് നമ്മൾ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിത്ഡ്രോവൽ സിംറ്റംസും ടോളറൻസും ഒക്കെ ഉള്ള സിവിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞു, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അഡിക്റ്റീവ് ബിഹേവിയർ ആണ്. എന്താണ് അഡിക്റ്റീവ് ബിഹേവിയർ? അപ്പോൾ അഡിക്റ്റീവ് ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ പാത്തോളജിക്കൽ നീഡ് ഫോർ സബ്സ്റ്റൻസസ് ഓർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഡ്രഗ്സ്, ആൽക്കഹോൾ ഓർ ഓവർ ഈറ്റിംഗ് എന്ന് വെച്ചാൽ പാത്തോളജിക്കൽ നീഡ് എന്ന് വെച്ചാൽ എന്താണ്, അബ്നോർമൽ ഓർ അൺഹെൽത്തി നീഡ് എന്ന് വെച്ചാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു സബ്സ്റ്റൻസിനോടോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീനോടോ ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡിക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ഡ്രഗ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഈറ്റിംഗ് ആവാം, ആൽക്കഹോൾ യൂസ് ആവാം. ഇതിൻ്റെയൊക്കെ എന്താണ്, അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ട്രോങ് നീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡിക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ആണ്. മെയിൻ സാധനമാണ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്. ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സിൽ വരുന്നതാണ് എന്തൊക്കെ, ആൽക്കഹോള്, നിക്കോട്ടിൻ, ഹെറോയിൻ, മരിജ്വാന തുടങ്ങി നമ്മൾ നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒത്തിരി സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സിനെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, അഫക്റ്റ് മെൻ്റൽ ഫങ്ഷനിങ്. നമ്മളുടെ മെൻ്റൽ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി ടൈപ്സ് വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അതിലും രണ്ട് ടേംസ് പറയുന്നുണ്ട്, ആൽക്കഹോളിക് ആൻഡ് ആൽക്കഹോളിസം. ആൽക്കഹോളിക് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു എ പേഴ്സൺ വിത്ത് എ സീരിയസ് ഡ്രിങ്കിങ് പ്രോബ്ലം ഹൂസ് ഡ്രിങ്കിങ് ഇമ്പയർസ് ദെയർ ലൈഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്. അതായത് സീരിയസ് ഡ്രിങ്കിങ് പ്രോബ്ലം ഉള്ള ഒരു പേഴ്സണിനെയാണ് നമ്മൾ ആൽക്കഹോളിക് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രിങ്കിങ് അവരുടെ ഏതൊക്കെ ഏരിയാസിനെ ബാധിച്ചിട്ടുണ്ടാവും, അവരുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ടാവും, അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടാവും, അതുപോലെ അവരുടെ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏരിയാസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ സീരിയസ് ഡ്രിങ്കിങ് ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ ഹാബിറ്റ് ഉള്ള ഒരു പേഴ്സണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽക്കഹോളിക് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആൽക്കഹോളിസം. നമ്മൾ ഈ ആൽക്കഹോളിക് എന്ന് പറയുന്നതിന് സെയിം തന്നെയാണ് ആൽക്കഹോളിസം. എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഡിപ്പെൻഡൻസ് ഓൺ ആൽക്കഹോൾ ദാറ്റ് ഈസ് സീരിയസ് ആൻഡ് ഇൻട്രാക്ട്സ് വിത്ത് ലൈഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിനോട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അത് ലൈഫ് അഡ്ജസ്റ്റ്മെൻറ്റിനെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് ബാധിക്കുന്ന തരത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയാണ്. ആൽക്കഹോളിൻ്റെ ഹിസ്റ്ററിയാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, പീപ്പിൾ ഓഫ് ആൻഷ്യൻ കൾച്ചർ സച്ച് ആസ് ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ് ആൻഡ് റോമൻസ് എക്സസീവ്ലി യൂസ്ഡ് ആൽക്കഹോൾ. ബിയർ വാസ് ഡെവലപ്ഡ് ബൈ എൻ അറേബ്യൻ കെമിസ്റ്റ്. ദ ഫസ്റ്റ് ആൽക്കഹോളിക് ഓൺ റെക്കോർഡ് ഈസ് കെംബൈസസ്, കിങ് ഓഫ് പേർഷ്യ ഇൻ ദ 6th century BC. അപ്പോൾ വളരെ പണ്ട് കാലത്ത് തന്നെ ആൻഷ്യൻ കൾച്ചേഴ്സിലുള്ള ആളുകൾ ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സച്ച് ആസ് ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ്, റോമൻസ്, ഇവരെല്ലാവരും തന്നെ എക്സസീവായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു അറേബ്യൻ കെമിസ്റ്റാണ് ബിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ റെക്കോർഡ്സ് പ്രകാരം ആദ്യത്തെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ആളെന്ന് പറയുന്നത് പേർഷ്യയുടെ തന്നെ എന്ന് വെച്ചാൽ 6th century BC പേർഷ്യയുടെ തന്നെ കിങ് ആയിട്ടുള്ള കെംബൈസസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് പ്രിവലൻസ്, കമ്മോഡിറ്റി ആൻഡ് ഡെമോഗ്രാഫിക്സ് ഓഫ് ആൽക്കഹോളിസം. Alcoholism is a major problem in the United States. The lifespan of individuals with alcoholism is about 12 years shorter than that of the average citizen. Alcohol use is the third major cause of the death in US. അപ്പോൾ യു എസിലെ ഒരു കണക്ക് പ്രകാരം ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു മേജർ പ്രോബ്ലം ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആവറേജ് സിറ്റിസണിനെയും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളെയും വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ആ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12 വർഷം താഴെയാണ്. അതുപോലെ തന്നെ യു എസിലെ കണക്ക് പ്രകാരം ആൽക്കഹോൾ യൂസ് കാരണമുള്ള മരണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തേർഡ് മേജർ കോസ് ഓഫ് ഡെത്ത് ആയിട്ടാണ് ആൽക്കഹോൾ യൂസിനെ പറയുന്നത്. ഇനി അടുത്തത് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. അതിലാദ്യത്തേത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, സെക്കൻഡ് വൺ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ,
Third one, alcohol withdrawal. Fourth one, other alcohol induced disorders. Fifth one, unspecified alcohol related disorders. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ആദ്യത്തേത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ആണ്. അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എ പ്രോബ്ലമാറ്റിക് പാറ്റേൺ ഓഫ് ആൽക്കഹോൾ യൂസ് ലീഡിംഗ് ടു ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ് ഓർ ഡിസ്ട്രസ് ആസ് മാനിഫെസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി ഫോളോവിങ് അക്കറിംഗ് വിത്തിൻ എ 12-month പീരിയഡ്. അതായത് ഈ ഒരു ഡ്രിങ്കിങ് ബിഹേവിയർ ഒരു പ്രോബ്ലമാറ്റിക് പാറ്റേണിലോട്ട് പോവുക. പ്രോബ്ലമാറ്റിക് പാറ്റേണിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? അവരുടെ ലൈഫിൽ ജസ്റ്റ് ഒരു ഹാബിറ്റ് എന്നതിലുപരി അവരുടെ ലൈഫിൽ പല ഏരിയാസിനെയും ഇത് അഫക്റ്റ് ചെയ്യും. അവരുടെ നോർമൽ ഫങ്ഷനിങ്ങിനെ ഇത് അഫക്റ്റ് ചെയ്യും, ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ആ ഒരു തരത്തിലേക്ക് ഈ ഒരു ആൽക്കഹോൾ യൂസ് എന്ന് പറയുന്നത് മാറിക്കഴിയുമ്പോഴത്തേക്കാണ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയാസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇൻ ലാർജർ എമൗണ്ട്സ് ഓർ ഓവർ എ ലോങ്ങർ പീരിയഡ്. എന്ന് വെച്ചാൽ ആൽക്കഹോൾ യൂസ് ഒരു ലാർജർ എമൗണ്ടിൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ലോങ്ങർ പീരിയഡിൽ ഈ ഒരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇനി അടുത്തതായിട്ട് പറയുന്നത് അൺസക്സസ്ഫുൾ എഫേർട്സ് ടു കൺട്രോൾ ആൽക്കഹോൾ യൂസ്. അതായത് ഈ ആൽക്കഹോൾ യൂസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയമായിരിക്കും, അവരുടെ എഫേർട്സ് എല്ലാം പരാജയമായിരിക്കും. അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഈസ് സ്പെൻഡ് ഇൻ ആക്ടിവിറ്റീസ് നെസസറി ടു ഒബ്റ്റെയിൻ ആൽക്കഹോൾ, യൂസ് ആൽക്കഹോൾ ഓർ റിക്കവർ ഫ്രം ഇറ്റ്സ് എഫക്ട്സ്. അതായത് ഇവരുടെ ഒരു ഡേയിൽ കൂടുതൽ സമയവും അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ ആൽക്കഹോൾ ബൈ ചെയ്യാനും അതുപോലെ അത് ഡ്രിങ്ക് ചെയ്യാനും, ഡ്രിങ്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ക്രേവിങ് ഓർ എ സ്ട്രോങ് ഡിസയർ ഓർ ഏർജ് ടു യൂസ് ആൽക്കഹോൾ. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യാനുള്ള ഒരു ഏർജ് ഭയങ്കര സ്ട്രോങ് ഡിസയർ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ഏർജ് ആയിരിക്കും. ഈവൻ അവർക്ക് മറ്റുള്ള കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ ഇവരുടെ ചിന്തയിൽ, ഈവൻ ഫാമിലി ടൈമിലാണെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവരുടെ മൈൻഡിൽ ഡ്രിങ്ക് ചെയ്യണമെന്നുള്ള ഒരു തോട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അഞ്ചാമത്തായിട്ട് പറയുന്നത് റിക്കറൻറ്റ് ആൽക്കഹോൾ യൂസ് റിസൾട്ടിങ് ഇൻ എ ഫെയിലർ ടു ഫുൾഫിൽ മേജർ റോൾ ഒബ്ലിഗേഷൻസ് അറ്റ് വർക്ക്, സ്കൂൾ ഓർ ഹോം. അതായത് ഈ ഡ്രിങ്കിങ് അവരുടെ മേജർ ഏരിയാസിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതായത് അവരുടെ സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ, ഒരു ഫാമിലി പേഴ്സൺ ആണെങ്കിൽ ആ ഒരു ആളുടെ വീട്ടിലത്തെ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, ഇതൊന്നും അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് കാരണം. ഇനി സിക്സ്ത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടിന്യൂഡ് ആൽക്കഹോൾ യൂസ് ഡിസ്പൈറ്റ് ഹാവിങ് പെർസിസ്റ്റൻറ്റ് ഓർ റിക്കറൻറ്റ് സോഷ്യൽ ഓർ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ. അതായത് ഈ ഒരു ഡ്രിങ്കിങ് ബിഹേവിയർ കാരണം അവരുടെ ഫാമിലിയിലിടയിലും അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ അവർ ഈ ഒരു ഡ്രിങ്കിങ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും. ഇനി സെവൻത്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ, ഒക്കുപേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആർ ഗിവൺ അപ്പ് ഓർ റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ആൽക്കഹോൾ യൂസ്. അതായത് ഈ ആൽക്കഹോൾ യൂസ് കാരണം തന്നെ അവർ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർ നിർത്തും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ലൈക്ക് ഫാമിലി ഗ്യാതറിങ്സ്, അല്ലെങ്കിൽ അവർ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പല ഹോബീസ്, അല്ലെങ്കിൽ ഇനി സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതെല്ലാം റെഡ്യൂസ്ഡ് ആവും ഈ ആൽക്കഹോൾ യൂസ് കാരണം. അപ്പോൾ ഇതായിരുന്നു 7 ക്രൈറ്റീരിയാസ്. ഈ 7 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും 2 12 മാസത്തിൻ്റെ ആ ഒരു പീരിയഡിനകത്തായിട്ട് വന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യക്തിക്ക് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്ന ഒരു ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡറാണ് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തേത് റീസെൻറ്റ് ഇൻജെക്ഷൻ ഓഫ് ആൽക്കഹോൾ. അതായത് ആ ഒരു വ്യക്തി റീസെൻ്റായിട്ട് തന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത ഒരാളായിരിക്കണം. രണ്ടാമത്തൊരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ
ബിഹേവിയറൽ ഓർ സൈക്കോളജിക്കൽ ചേഞ്ചസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ ഓർ അഗ്രസീവ് ബിഹേവിയർ, മൂഡ് ലയബിലിറ്റി, ഇംപയർഡ് ജഡ്ജ്മെൻറ്റ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിങ് ഓർ ഷോർട്ട്ലി ആഫ്റ്റർ ആൽക്കഹോൾ ഇൻജക്ഷൻ. അതായത് ആ ഒരു വ്യക്തി ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ, മൂഡിൽ, അവരുടെ തിങ്കിങ്ങിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ ബിഹേവിയേഴ്സ്. ഫോർ എക്സാമ്പിൾ പബ്ലിക്കായിട്ട് സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുക, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് പറയുക, അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ മറ്റൊന്നാണ് അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുക. നമുക്കറിയാമല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ചില വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണിത്. കുടിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, ഷൗട്ട് ചെയ്യുക, ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുക, അതുപോലെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുക, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ മൂഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സഡൻ മൂഡ് ചേഞ്ചസ് ആണ്. അതായത് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ആംഗ്രി ആവും, അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ കരയാൻ തുടങ്ങും. അപ്പം അതൊരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ ഇംപയർഡ് ജഡ്ജ്മെൻറ്റ്, അതായത് പുവർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ഡ്രിങ്ക് ചെയ്തതിന് ശേഷം ഡ്രൈവ് ചെയ്യുക, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വൺ ഓർ മോർ ഓഫ് ദ ഫോളോവിങ് സൈൻസ് ഓർ സിംറ്റംസ് ഡെവലപ്പിംഗ് ഡ്യൂറിങ് ഓർ ഷോർട്ട്ലി ആഫ്റ്റർ ആൽക്കഹോൾ യൂസ്. ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾ മേ ബി അവർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവർക്ക് താഴെ കൊടുത്തതിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ സൈൻസ് കാണിക്കുക. അതിൽ പറയുന്ന ഒന്നാമത്തെയാണ് സ്ലേർഡ് സ്പീച്ച്. അതായത് അവർ സംസാരിക്കുമ്പം അൺക്ലിയർ ആയിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് അവരുടെ പ്രൊനൗൺസിയേഷനൊന്നും കറക്റ്റ് ആവാതെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. രണ്ടാമത്തെയാണ് ഇൻകോർഡിനേഷൻ, എന്ന് വെച്ചാൽ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ മൂവ്മെൻറ്റ്സ് ചെയ്യാനായിക്കോട്ടെ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് അൺസ്റ്റഡി ഗെയ്റ്റ്, എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് നെസ്റ്റാഗ്മസ്, എന്ന് വെച്ചാൽ അവർക്ക് ഇൻവോളണ്ടറി ആയിട്ടുള്ള റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇമ്പയർമെൻറ്റ് ഇൻ അറ്റൻഷൻ ഓർ മെമ്മറി, അവർക്ക് ഒരു കാര്യം ഓർത്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടോ പറ്റുന്നുണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് സ്റ്റൂപ്പർ ഓർ കോമ, അതായത് സിവിയർ ഇൻടോക്സിക്കേഷൻ കാരണം തന്നെ അവർ ഭയങ്കര ഡ്രൗസി ആയിരിക്കും, അതുപോലെ അൺറെസ്പോൺസീവ് ആയിരിക്കും, അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സയൻസിൽ ഒന്നോ അതിൽ കൂടുതലോ സയൻസ് ഈ ഡ്രിങ്കിങ് ചെയ്യുന്ന ആൾക്ക് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ദ സൈൻസ് ഓർ സിംറ്റംസ് ആർ നോട്ട് അട്രിബ്യൂട്ടബിൾ ടു അനദർ മെഡിക്കൽ കണ്ടീഷൻ ആൻഡ് ആർ നോട്ട് ബെറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ അനദർ മെൻ്റൽ ഡിസോർഡർ ഇൻക്ലൂഡിങ് ഇൻടോക്സിക്കേഷൻ വിത്ത് അനദർ സബ്സ്റ്റൻസ്. അതായത് ഈ പറയുന്ന എല്ലാ സയൻസും തന്നെ ആൽക്കഹോൾ യൂസ് കാരണം തന്നെ ആയിരിക്കണം, വേറൊരു മെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ വേറൊരു ഇൽനെസ് കാരണമോ അല്ലെങ്കിൽ വേറൊരു മെൻ്റൽ ഡിസോർഡർ കാരണമോ അല്ലെങ്കിൽ വേറൊരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തത് കാരണമുള്ള ഇൻടോക്സിക്കേഷൻ കാരണമോ ആവാനായിട്ട് പാടില്ല. അപ്പം ആൽക്കഹോൾ ഇൻടോക്സിക്കേഷനിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ നേരത്താണ് നമുക്ക് ആ ഒരു വ്യക്തിക്ക് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ആൽക്കഹോൾ വിത്ഡ്രോവൽ. അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിഡക്ഷൻ ഓർ സ്റ്റോപ്പിംഗ് ആൽക്കഹോൾ യൂസ്. The individual has stopped or greatly reduced heavy and prolonged alcohol consumption. അതായത് വളരെ ലോങ് ടൈമായിട്ട് ഹെവി ഡ്രിങ്കിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പം ആ ഒരാൾ പെട്ടെന്ന് തന്നെ ഡ്രിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ നേരത്ത് അവർക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ഇനി നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറച്ച് സിംറ്റംസ് ആണ്. കുറച്ചധികം സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആ ഒരു വ്യക്തി ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫ്യൂ അവേഴ്സിന് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കാണിച്ചു തുടങ്ങും. അപ്പോൾ ഏതൊക്കെയാണ് ആ സിംറ്റംസ് എന്നുള്ളത് നോക്കാം.
ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ഓട്ടോണോമിക് ആക്ടിവിറ്റി സച്ച് ആസ് സ്വെറ്റിംഗ് ഓർ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്. ഇൻക്രീസ്ഡ് ഓട്ടോണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഭയങ്കരമായിട്ട് ഓവർ ആക്റ്റീവ് ആകും, അവർ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, അവരുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് റാപ്പിഡ് ആവാൻ തുടങ്ങും. ഇനി രണ്ടാമത്തേതാണ് ട്രെമേഴ്സ്, നോട്ടീസബ്ലി ഷേക്കിംഗ് ഹാൻഡ്സ്. അതായത് ഇവർ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി അല്ലെങ്കിൽ കൈകളൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് പ്രോപ്പറായിട്ട് എഴുതാനോ അല്ലെങ്കിൽ ഒരു കപ്പ് ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ കൈകളിങ്ങനെ ഷെയ്ക്ക് ചെയ്യും, വിറയ്ക്കാനായിട്ട് തുടങ്ങും. ഇനി അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് സ്ലീപ്പ് ഇഷ്യൂസ് ആണ്. ഇന്നബിലിറ്റി ടു സ്ലീപ്പ് ഓർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാൻ ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഇനി അടുത്ത ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നോസിയ ഓർ വോമിറ്റിംഗ്, ഫീലിംഗ് സിക്ക് ഓർ വോമിറ്റിംഗ്. അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റിംഗ്, അതുപോലെ സ്റ്റൊമക്കിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്ത ഒരു സിംറ്റമാണ് ഹലൂസിനേഷൻസ് ഓർ ഇല്യൂഷൻസ്, സീയിങ്, ഹിയറിങ് ഓർ ഫീലിംഗ് തിങ്സ് ദാറ്റ് ആർ ഇൻ ദർ. അതായത് ആക്ച്വലി എക്സിസ്റ്റിംഗ് അല്ലാത്ത ഒരു കാര്യം അവർ കാണുന്നത് പോലെ അവർക്ക് തോന്നും, അതുപോലെ കേൾക്കാത്തൊരു ആക്ച്വലി ഇല്ലാത്തൊരു സൗണ്ട് അവർ കേട്ടതായിട്ട് തോന്നും, അതുപോലെ അവർക്ക് ഫീലിംഗ് തിങ്സ്, ഇല്ലാത്ത പലതും അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഹലൂസിനേഷൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇല്ലാത്തൊരു ഇൻസെക്റ്റിനെ അവർക്ക് വാളിൽ കാണാനായിട്ട് പറ്റും. ആക്ച്വലി അവിടെ കാണത്തില്ല, പക്ഷെ അവർക്ക് കാണാൻ പറ്റും ഹലൂസിനേഷൻ കാരണം കൊണ്ട് തന്നെ. അതുപോലെ ഇല്ലാത്ത പല സൗണ്ടുകളും അവർക്ക് കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നും. അപ്പം അതിനെയാണ് നമ്മൾ ഹലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സിംറ്റമാണ് എജിറ്റേഷൻ, റെസ്റ്റ്ലെസ്നെസ് ഓർ ഫിസിക്കൽ എജിറ്റേഷൻ. അതായത് അവർക്ക് കാമായിട്ടിരിക്കാനേ പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, എപ്പോഴും അവർ ഇറിറ്റബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കലി അവർക്ക് കാമായിട്ടിരിക്കാനേ പറ്റുന്നുണ്ടാവില്ല. ഇനി അടുത്ത ഒരു സിംറ്റമാണ് ആങ്സൈറ്റി, ഫീലിംഗ് വെരി ആങ്ഷ്യസ് ഓർ ടെൻസ്. അതായത് ഒരു ക്ലിയർ റീസൺ ഇല്ലാതെ തന്നെ അവർ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവും, ടെൻസ്ഡ് ആവും, ഭയങ്കര വെറീഡ് ആയിരിക്കും. ഇനി അവസാനമായിട്ട് പറയുന്നൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഷീസേഴ്സ്, എക്സ്പീരിയൻസിങ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് ഷീസേഴ്സ്. അതായത് ഷീസേഴ്സ് എന്ന് പറഞ്ഞാൽ സഡൻ അൺകൺട്രോൾഡ് ബോഡി മൂവ്മെൻറ്റ്സ് ഓർ കൺവൾഷൻസ്, സഡൻ ആയിട്ടുള്ള അൺകൺട്രോൾഡ് ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയായിരുന്നു സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസിൽ ഏതെങ്കിലും രണ്ടോ അതിൽ കൂടുതലോ സിംറ്റംസ് ഈ ഒരു ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഹവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കോ ഉള്ളിലായിട്ട് അവർ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ ഫങ്ഷനിങ്. ദീസ് സിംറ്റംസ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ പ്രോബ്ലംസ് ഇൻ സോഷ്യൽ വർക്ക് ഓർ അതർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ലൈഫ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ സിംറ്റംസ് എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഈ സിംറ്റംസ് കാരണം തന്നെ അവർക്ക് വർക്കിന് പ്രോപ്പറായിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അവരുടെ സോഷ്യൽ ലൈഫിൽ ഫുള്ള് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ഈ തരത്തിൽ അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ സിംറ്റംസ് എല്ലാം മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് എക്സ്ക്ലൂഷൻ ഓഫ് അതർ കോസസ്. അതായത് ദി സിംറ്റംസ് ആർ നോട്ട് ഡ്യൂ ടു അനദർ മെഡിക്കൽ കണ്ടീഷൻ ഓർ ബെറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ അനദർ മെൻ്റൽ ഡിസോർഡർ ഓർ വിത്ഡ്രോവൽ ഫ്രം അനദർ സബ്സ്റ്റൻസസ്. അതായത് ഈ സിംറ്റംസ് ഒന്നും തന്നെ മറ്റു മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ആവാനായിട്ട് പാടില്ല, അതുപോലെ മറ്റു മെൻ്റൽ ഡിസോർഡേഴ്സ് കാരണം ആവാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് യൂസ് കാരണമുള്ള വിത്ഡ്രോവൽ സിംറ്റംസ് ആവാനും പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള ഒരാളാണെങ്കിൽ ആൾക്ക് സീസേഴ്സ് വരും, പക്ഷേ അത് നമുക്ക് ഒരിക്കലും ആൽക്കഹോൾ വിത്ഡ്രോവൽ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആൽക്കഹോൾ യൂസ് കാരണം തന്നെ ആയിരിക്കണം ഈ സിംറ്റംസ് എല്ലാം ആ ഒരു വ്യക്തിക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ആൽക്കഹോൾ വിത്ഡ്രോവലിൻ്റെ ക്രൈറ്റീരിയാസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യക്തിക്ക് ആൽക്കഹോൾ വിത്ഡ്രോവൽ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് അതർ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ് ആണ്. അതിൽ ആദ്യത്തേതാണ് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ. അതായത് ആൽക്കഹോൾ യൂസ് കാരണം ഉണ്ടാകുന്ന ഹാലൂസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ബൈപോളാർ ഡിസോർഡർ.
അതായത് ആൽക്കഹോൾ യൂസ് കാരണം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഡിപ്രസീവ് ഡിസോർഡർ, അതായത് ഡിപ്രഷൻ ഡ്യൂ ടു ദ ആൽക്കഹോൾ യൂസ്. നെക്സ്റ്റ് പറയുന്നത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അതായത് ആങ്സൈറ്റി ട്രിഗേർഡ് ബൈ ആൽക്കഹോൾ. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് ഡിസോർഡർ, അതായത് സ്ലീപ്പ് പ്രോബ്ലംസ് ഡ്യൂ ടു ദ ആൽക്കഹോൾ. ഈ ഡിസോർഡേഴ്സ് എല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതായത് സെക്ഷൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ ആൽക്കഹോൾ. അതാണ് ആ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായിട്ട് പറയുന്നൊരു ഡിസോർഡർ എന്ന് വെച്ചാൽ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മേജർ ഓർ മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ, അതായത് മെമ്മറി ഓർ തിങ്കിങ് പ്രോബ്ലംസ് ഡ്യൂ ടു ആൽക്കഹോൾ. ഓക്കെ, അത്രയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തേത് ദ പ്രൈമറി സിംറ്റം ഈസ് എ നോട്ടീസബിൾ ഡിസ്റ്റർബൻസ് ഇൻ സെക്ഷൽ ഫങ്ഷൻ. അതായത് ഒരു പ്രൈമറി സിംറ്റമായിട്ട് പറയുന്നത് തന്നെ ആ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഫങ്ഷനിങ്ങിൽ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടാകും. അത് മേ ബി ലോ സെക്ഷൽ ഡിസയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗാസം റീച്ച് ചെയ്യുന്നതിലുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവർക്കൊരു കറക്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും സെക്ഷൽ ഫങ്ഷനിങ്ങിൽ. ഇനി രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ കൺഫർമേഷൻ ഫ്രം ദ ഇൻഡിവിജ്വൽസ് ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഓർ ലബോറട്ടറി റിസൾട്ട്സ് ഓഫ് ബോത്ത് 1 and 2. അതായത് 1 എന്ന് പറഞ്ഞാൽ ദ സിംറ്റംസ് ഔട്ട്ലൈൻഡ് ഇൻ ക്രൈറ്റീരിയ എ ബിഗാൻ ഡ്യൂറിങ് soon after or as a result of substance intoxication, withdrawal or exposure to certain medications. അതുപോലെ സെക്കൻഡ് വൺ, the substance or medication involved is known to potentially cause the symptoms described in criteria A. അതായത് ഡോക്ടേഴ്സ് മസ്റ്റായിട്ട് കൺഫേം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലംസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ആൽക്കഹോളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സെർട്ടൈൻ മെഡിസിൻസ് എടുക്കുന്ന സമയത്തായിരിക്കും. എന്ന് വെച്ചാൽ മുന്നേ നോർമലി സെക്ഷൽ ഫങ്ഷനിങ്സ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും സെക്ഷൽ പ്രോബ്ലംസ് ഫോം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ടു കോസ് ദീസ് സിംറ്റംസ്. അതായത് ഈ പറയപ്പെട്ട സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് സയൻറ്റിഫിക്കലി സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഹെവി ആൽക്കഹോൾ യൂസ് ടെസ്റ്റോസ്റ്റെറോൺ റെഡ്യൂസ് ആവാനും അതുപോലെ തന്നെ സെക്ഷൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി ലാബ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് ഡോക്ടേഴ്സ് കൺഫേം ചെയ്ത് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ അവർക്ക് ഈ ആൽക്കഹോൾ ഹെവി യൂസേജിന് ശേഷമായിരിക്കും ഈ സെക്ഷൽ പ്രോബ്ലംസ് കാണിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് അവർ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ അല്ലെങ്കിൽ മെഡിക്കേഷൻ സയൻറ്റിഫിക്കലി സെക്ഷൽ പ്രോബ്ലംസ് കാണിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റായിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ദ ഡിസ്ഫങ്ഷൻ കനോട്ട് ബി അട്രിബ്യൂട്ടഡ് ടു എ സെക്ഷൽ ഡിസോർഡർ നോട്ട് റിലേറ്റഡ് ടു സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ യൂസ്. ദിസ് ഇൻക്ലൂഡ്സ് എനി എവിഡൻസ് സജസ്റ്റിംഗ് ആൻ ഇൻഡിപെൻഡൻറ്റ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അതായത് ആ ഒരു ഇൻഡിവിജ്വലിൽ കാണിക്കുന്ന ഈ സെക്ഷൽ പ്രോബ്ലം ഒരിക്കലും മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് സെക്ഷൽ ഡിസോർഡർ കാരണമാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആ ഒരു വ്യക്തി ഈ ഡ്രിങ്കിങ് ഹാബിറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല ആൽക്കഹോൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. സോ അങ്ങനൊരു ഹിസ്റ്ററി അവർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി നെക്സ്റ്റായിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ദ സിംറ്റംസ് ഡു നോട്ട് ഒക്കർ ഓൺലി ഡ്യൂറിങ് ദ ഡെലീരിയം. ഡെലീരിയം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലല്ലാതെയും അല്ലെങ്കിൽ ഡെലീറിയത്തിൻ്റെ എപ്പിസോഡ്സ് ഉണ്ടാകുന്ന സമയത്തല്ലാതെയും അവർക്ക് ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലംസ് എല്ലാം
ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഇനി അവസാനമായിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ദ കണ്ടീഷൻ റിസൾട്ട്സ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഫോർ ദ ഇൻഡിവിജ്വൽ. ആ ഒരു ഇൻഡിവിജ്വലിന് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡിസ്ട്രെസ് ഉണ്ടാക്കും. അവരുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടാവും. അതുപോലെ ഇമോഷണലി സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടാവും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടാവും. ആ തരത്തിൽ ഈ പ്രശ്നം അത്രയും ഡിസ്ട്രെസ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയുന്നതാണ് അൺസ്പെസിഫൈഡ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡർ. അതായത് ദിസ് കാറ്റഗറി ഈസ് യൂസ്ഡ് വെൻ സിംറ്റംസ് റിലേറ്റഡ് ടു ആൽക്കഹോൾ കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ പ്രോബ്ലംസ് ഇൻ important areas like social or work life, but don't fully match the criteria for a specific alcohol related disorder or any other substance related or addictive disorder. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വരികയാണ്, ആൾക്ക് ഈ ഒരു ആൽക്കഹോൾ യൂസ് കാരണം ഒരുപാട് ഏരിയാസിൽ പ്രശ്നങ്ങളുണ്ട്. സോഷ്യലി, വർക്ക് ലൈഫിൽ, അതുപോലെ പേഴ്സണൽ ലൈഫിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസോർഡറിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ ഡിസോർഡേഴ്സ് പറഞ്ഞു അല്ലേ, അപ്പം അതിനൊക്കെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ഓരോ ഡിസോർഡേഴ്സിനും. അപ്പം ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺസ്പെസിഫൈഡ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മളിപ്പം ടോട്ടലി 5 സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ കാറ്റഗറി പറഞ്ഞു. അപ്പോൾ അതിൽ 4 കാറ്റഗറിയിലും വരാത്തതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ അൺസ്പെസിഫൈഡ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡറിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ഇനിയും കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2ൽ നമ്മൾ നെക്സ്റ്റ് ബാക്കി പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം എടുത്തു പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം എന്തൊക്കെ നമ്മൾ നോക്കി എന്നുള്ളത്. സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിന് അണ്ടറിൽ വരുന്ന കുറച്ച് ബേസിക് ടേംസ്: സബ്സ്റ്റൻസ് അബ്യൂസ്, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്, അഡിക്റ്റീവ് ബിഹേവിയർ, സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്, ടോളറൻസ്, വിഡ്രോവൽ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസിൻ്റെ അണ്ടറിൽ 2 ടേംസ്: ആൽക്കഹോളിക് എന്താണ്, ആൽക്കഹോളിസം എന്താണ്, അതുപോലെ ഹിസ്റ്ററി, ജസ്റ്റ് ഒരു ചെറിയൊരു ഹിസ്റ്ററി. പിന്നെ അതുപോലെ പ്രിവലൻസ്, കൊമോഡിറ്റി ആൻഡ് ഡെമോഗ്രാഫിക്സ് ഓഫ് ആൽക്കഹോളിസം. അങ്ങനെ 2 ടോപ്പിക്സ് കവർ ചെയ്തു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ 5 ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് പറഞ്ഞു: ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, ആൽക്കഹോൾ വിഡ്രോവൽ, അതർ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ് ആൻഡ് അൺസ്പെസിഫൈഡ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഓരോന്നിൻ്റെയും ക്രൈറ്റീരിയാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു കാറ്റഗറിയിലും വരാത്തതിനായിരുന്നു അൺസ്പെസിഫൈഡ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2ൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.